നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് വൈജയന്തി മുത്തശ്ശിയും കൊണ്ട് കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങണം. മുത്തശ്ശിക്കാണ് പോകാൻ ഇത്തിരി പോലും താല്പര്യമില്ല. മുത്തശ്ശി പറഞ്ഞു, വൈജയ് ഇത് വേണോ? ഞാനിവിടെ സ്വസ്ഥതയെ സമാധാനത്തോടെ കഴിയുക. അമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഇവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുവാണെങ്കിൽ അമ്മയ്ക്ക് ഇവിടെ സ്വസ്ഥതയെ സമാധാനത്തോടെ കഴിയാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ അതുണ്ടാകത്തില്ല. അല്ല, അമ്മയെ നോക്കാനെന്നും പറഞ്ഞോണ്ടല്ലേ ഇവിടെ കൊണ്ടുവന്നേ. അമ്മ ഇനി കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയാം. ആ സമയം അലീന പറഞ്ഞു, അതെ, വെറുതെ വാശി പിടിക്കണ്ട മാഡം. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല. എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന ആരാന്നറിയാവോ? ബാലേന്ദ്ര സാറാണ്. സാറ് പറഞ്ഞിട്ടാ. അത് മാത്രമല്ല, എന്നെ മകളായിട്ട് ദത്തെടുത്തിരിക്കുക. ഇപ്പം എൻ്റെ അച്ഛനാണ് അദ്ദേഹം പറയുന്നത് ഞാൻ അനുസരിക്കോളെന്ന് പറയാം. പിന്നെ നിന്റെ ഒരച്ഛൻ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിനക്ക് പല പ്രതീക്ഷകളും മോഹങ്ങളും ഒക്കെ കാണും. അതെ, ഇവിടെ പറ്റില്ല, അറിയാലോ. അതെ, എനിക്ക് കിട്ടിയ സ്ഥാനം കളയാനായിട്ട് ഞാൻ എന്താളും ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കൊരു മകളെന്ന സ്ഥാനമാണ് അദ്ദേഹം തന്നിരിക്കുന്നത്. അപ്പം ആ സ്ഥാനം ഞാൻ ഒരിക്കലും കളയില്ല എന്ന് പറയാണ്. പിന്നെ മാഡത്തിന് ഇവിടുന്ന് പോകാനാ താല്പര്യമെങ്കിൽ, അല്ലെങ്കിൽ അമ്മയെ ഇവിടുന്ന് കൊണ്ടുപോയി കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വിടാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാം. വൈജി ശരിക്കും നാണം കിട്ടും. പിന്നീട് മുത്തശ്ശിയുടെ നേരെ തിരിഞ്ഞിട്ട് അലീന പറഞ്ഞു, മുത്തശ്ശി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുത്തശ്ശിയെ ഞാൻ എഴുന്നേപ്പിച്ച് നടത്തുമെന്ന്. മുത്തശ്ശിക്ക് അപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ തന്നിരിക്കുന്ന വാക്ക് ഞാൻ പാലിച്ചിരിക്കുക. ഇപ്പം മുത്തശ്ശിക്ക് അത്യാവശ്യം എഴുന്നേറ്റ് നടക്കാലോ. ആ സമയം മുത്തശ്ശി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മോളെ. കാരണം ഞാൻ ആ കൊല്ലപ്പള്ളി വീട്ടിൽ കിടന്ന സമയത്ത് മരണത്തെ മുഖാമുഖം കണ്ടാ കിടന്നത്. അവിടെ കിടന്ന എൻ്റെ അവസ്ഥ മുഷിഞ്ഞു നാറിയ വേഷമൊക്കെ ആയിട്ട് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. വീണ്ടും എന്നെ അവിടെ കൊണ്ടുപോയിട്ട എൻ്റെ അവസ്ഥ അതൊക്കെ ആയിരിക്കും കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പം. പക്ഷേ സ്വന്തം മകളാ ഇവളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കേട്ടപ്പോൾ വൈജി പറഞ്ഞു, അതിനിപ്പോൾ അമ്മയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. സ്വന്തമായിട്ട് പതുക്കെ എഴുന്നേറ്റ് നടക്കുകയും ചെയ്യാം. പിന്നെ അമ്മ എന്തിനാ വാശി പിടിക്കണേ? അല്ലെങ്കിലും ശിവേണ്ണല്ലേ അമ്മയെ നോക്കണ്ടേ, ഞാനല്ലല്ലോ. അമ്മ അവിടെ തന്നെ പോയി നിന്നാൽ മതി. അതേടി, അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ പോയി നിന്നോളാം. അല്ല, സ്വന്തം മകൾക്ക് അമ്മയെ വേണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ സമയം അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി. മുത്തശ്ശി പോകുന്നുണ്ട് അലീനയ്ക്കും ഭയങ്കര വിഷമമാണ്. കാരണം മുത്തശ്ശി ഉണ്ടെങ്കിൽ അലീനയ്ക്കൊരു കൂട്ടൊക്കെ ആയിരുന്നു ഇടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനും എല്ലാത്തിനുമായിട്ട്. പക്ഷെ ഇപ്പോൾ ആ പ്രതീക്ഷയാണ് നശിക്കാനായിട്ട് പോകുന്നത്. അതും വൈജയന്തിയുടെ അഹങ്കാരം കൊണ്ട്. ഒടുവിൽ മുത്തശ്ശിയെ കൊണ്ട് വൈജയന്തി അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങണം. ആ സമയം മുത്തശ്ശിക്ക് ശരിക്കും നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കാറിലേക്ക് മുത്തശ്ശിയുടെ സാധനങ്ങളൊക്കെ കൊണ്ടേ വെച്ചു. അതിനുശേഷം മുത്തശ്ശിയുടെ കൈ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴത്തേനും മുത്തശ്ശി പെട്ടെന്ന് വേച്ച് വീഴാൻ തുടങ്ങി. അലീനെ ചാടിക്കയറി പിടിക്കുകയാണ്. അങ്ങനെ അലീനയും കൂടെ കൂടി ചേർന്നിട്ടാണ് മുത്തശ്ശിയെ കാറിലേക്ക് കയറ്റുന്നത്. ഡോക്ടറെ പോയി കാണിച്ചിട്ട് അതുവഴി കൊല്ലപ്പള്ളി വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ്. അങ്ങനെ കാറിൽ കയറി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടുന്ന സമയത്ത് മുത്തശ്ശി ചോദിച്ചു, നീ എന്നെ രക്ഷിക്കാനാണോ അതോ ശിക്ഷിക്കാനാണോ കൊണ്ടുപോകുന്നത്? എനിക്കറിയാം അവിടുന്ന് നീ എന്നെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് കൊണ്ടുവിടും. പിന്നെ അവിടെ ചെന്ന എൻ്റെ ജീവിതം തീർന്നെന്ന് തന്നെ ഞാൻ കൂട്ടുന്നുള്ളൂ. കമലയുടെ അടുത്തല്ലേ, അധികം നാളൊന്നും എനിക്ക് ആയുസ് ഉണ്ടാകത്തില്ല. അതിനാ നിന്റെ തീരുമാനെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയണം. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, അമ്മ കൂടുതലൊന്നും പറയണ്ട. അമ്മ അവിടെ ആരും പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾക്കും ഭയങ്കര സങ്കടം. കാരണം കൃഷ്ണമോൾക്കും മുത്തശ്ശിയെ ഭയങ്കര കാര്യമായിരുന്നു. അപ്പോഴേക്കും ബബിത കൃഷ്ണയോട് പറഞ്ഞു, ഇവള് കാരണമല്ലേ പ്രശ്നം ഉണ്ടായത്. ഇവളെ വീട്ടിൽ നിന്ന് പോവായിരുന്നു, ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു എന്ന് അലീനയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ സമയം കൃഷ്ണ പറഞ്ഞു, എന്താ, അലീന ചേച്ചിയാണ് എല്ലാത്തിനും കാരണം. അത് മാത്രമല്ല, അലീന ചേച്ചി നമ്മുടെ എല്ലാം നമ്മുടെ എല്ലാം ചേച്ചിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അച്ഛന്. എന്നിട്ട് എന്താ ബബിതേച്ചിക്ക് മാത്രം അങ്ങനെ വിളിക്കാൻ ബുദ്ധിമുട്ട്? എടി പോഴിന്നൊക്കെ വിളിച്ചാണ്ടല്ലോ അച്ഛനെങ്ങാനും കേട്ടോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ബബിതേച്ചിക്ക് നല്ല സുഖമാണ്. മര്യാദയ്ക്ക് അച്ഛൻ പറയുന്ന അനുസരിച്ചാൽ മതി. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല. ഓ, നീ പിന്നെ അച്ഛൻ്റെ സൈഡാണല്ലോ. അതെ, ഞാൻ അച്ഛൻ്റെ സൈഡ് തന്നെയാ. എനിക്കത് അച്ഛൻ്റെ സൈഡ് നിൽക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണയെ അങ്ങോട്ട് കയറിപ്പോയി. ബബിത രൂക്ഷമായിട്ട് അലീനയെ നോക്കി. അലീനയൊന്നും മിണ്ടാൻ പോയില്ല. കാരണം ബബിതയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അലീനയ്ക്ക് അറിയാം. കുറച്ച് കഴിഞ്ഞപ്പം അലീന ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് വന്ന് ബാലേന്ദ്രന് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്താണ് അലീന ആ കാര്യം പറയണേ. മുത്തശ്ശിയെ കൊണ്ടുപോയെന്ന് പറയണേ. കൊണ്ടുപോയോ എങ്ങോട്ടേക്ക്? അത് പിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടുന്ന് നേരെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് കൊണ്ടുപോയി വിടുവാന്ന്. അതെന്തിനാ? അതിപ്പോൾ എൻ്റെ സേവനം ഇവിടെ നിർത്തിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയെ നോക്കാനുള്ള ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഞാൻ നിൽക്കേണ്ട, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണമല്ലോ. എന്ത് കാരണത്തിൻ്റെ പേരിൽ ഇവിടെ നിർത്തുന്നത്? അപ്പം അതിന് വേണ്ടിയിട്ട് മാഡം ചെയ്ത പരിപാടിയാന്ന് പറയണം. അവളുടെ പൊട്ട ബുദ്ധിയാ. അവളുടെ വിചാരം ഞാൻ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടൂന്ന. നീ എൻ്റെ മകളല്ലേ, മകളെ അച്ഛനെ പറഞ്ഞു വിടാനായിട്ട് പറ്റുമോ? ഇല്ല, നീ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറയാം. പിന്നെ അവളുടെ അമ്മ ആ കൊല്ലപ്പള്ളി വീട്ടിൽ കിടന്ന്
അവർ മരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവരെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. അവർ ചെയ്തതൊക്കെ വെച്ച് ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ടതല്ല. പക്ഷെ എൻ്റെ മനസാക്ഷി അതിനെ അനുവദിച്ചില്ല. ഇപ്പം അത്യാവശ്യം എഴുന്നേറ്റ് നടക്കാറായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ലേ വൈജയന്തി കൊണ്ടുവിടുന്നേ. ആട്ടെ, അവർ നോക്കട്ടെ, അവരുടെ അമ്മയല്ലേ, അവരങ്ങനെ ഒരു തീരുമാനം എടുത്ത പിന്നെ നമുക്കതിലൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും അലീന പറഞ്ഞു, മുത്തശ്ശി പോയപ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. എനിക്കറിയാം നിനക്ക് എല്ലാവരുടെയും സ്നേഹവും സഹാനുഭൂതിയൊക്കെയാ. പക്ഷേ മറ്റുള്ളവർക്ക് അങ്ങനെ ആവണമെന്നില്ല. അവരുടെ ചിന്താഗതികൾ വേറെ ആയിരിക്കും. നിന്റെ പ്രശ്നം അതാ. അലീന പറഞ്ഞു, അത് പിന്നെ മുത്തശ്ശി പോയപ്പോൾ എന്തോ ഒരു ശൂന്യത. കാരണം ഇത്ര നാൾ ഞാൻ മുത്തശ്ശിയെ നോക്കുമല്ലായിരുന്നോ. ഒരു പക്ഷേ മുത്തശ്ശി ഇങ്ങോട്ട് വരുന്ന സമയത്ത് മുത്തശ്ശിക്ക് പോലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല മുത്തശ്ശി ഇത്ര പെട്ടെന്ന് ഭേദമാവുമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, പിന്നെ നിന്റെ കൈ തൊട്ടാ പിന്നെ ആരാ ഭേദമാകത്തെ? ഇപ്പം ഈ ഞാൻ തന്നെ കണ്ടില്ലേ, നല്ല പയറുമണി പോലെ ഓടിച്ചാടി നടക്കുന്നത് കണ്ടില്ലേ. അപ്പോഴേക്കും അലീന ചിരിച്ചു. അതെ, അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷിക്കുമെന്നും വേണ്ട. മരുന്ന് കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് മുടങ്ങാതെ കഴിക്കുന്നുണ്ടാ. അതെനിക്കറിയാം. അതൊക്കെ എടുത്തു തരാനായിട്ട് നീ ഉണ്ടല്ലോ എന്നൊക്കെ ബാലേന്ദ്രൻ പറയുകയും ചെയ്തു. പിന്നീട് അലീന താഴേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് ഭവിത അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ബാലേന്ദ്രൻ്റെ അവിടെ എന്നിട്ട് പറഞ്ഞു, ബാലേന്ദ്രൻ ബാൽക്കണിൻ്റെ അങ്ങോട്ടേക്ക് വന്നു. അലീനയെ വിളിച്ചിട്ട് പറഞ്ഞു, അലീന എനിക്കുള്ള ചായ എന്ന് പറയണം. അപ്പോഴേക്കും അലീന പറഞ്ഞു, ശരിയാച്ചാ, ഞാനിപ്പോൾ തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഭവിത ഞെട്ടിപ്പോയി. അച്ഛാന്നോ? അപ്പം ഇവിടെ അച്ഛാന്നാണോ തൻ്റെ അച്ഛനെ വിളിക്കുന്നത് എന്നൊരു ചിന്തയായി. ഓഹോ, വന്ന് ഇപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഭവിതയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. ഇവളങ്ങനെ അധികാരം കാണിക്കേണ്ട എന്നൊരു ചിന്തയായിരുന്നു. ഈ സമയം ഹോസ്പിറ്റലിൽ പോയിട്ട് വൈജയന്തി മുത്തശ്ശിയും കൂടെ നേരെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വെച്ച് പിടിക്കുക. കമലയുടെ അടുത്തേക്ക് പോകാൻ മുത്തശ്ശിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം കമലയുടെ സ്വഭാവം അങ്ങനെയാണ്, നേരം വേണം നോക്കത്തൊന്നുമില്ല. സ്വന്തം കാര്യം സിന്താപ. അതുകൊണ്ടാണ് മനുവിനാണ് സ്വന്തം അമ്മയോട് പോലും ദേഷ്യം. അങ്ങനെ വൈജയന്തി മുത്തശ്ശിയും കൈ പിടിച്ച് അങ്ങോട്ട് കയറി ചെല്ലുന്ന കണ്ടപ്പോഴത്തേനും കമല ചോദിച്ചു, ഇതെന്ത് പറ്റി വൈജയ്? അമ്മയും കൊണ്ട് വന്നേ? അല്ല, അമ്മ ഇവിടെയല്ലേ നിൽക്കേണ്ട കമലയടുത്തി? അമ്മയുടെ വീടതല്ലേ, ശിവേണ്ണല്ലേ അമ്മയെ നോക്കണ്ടേ, തറവാടല്ലേ ഇത്, പിന്നെ ഞാനെന്തിനാ അമ്മയെ അവിടെ കൊണ്ട് ശുശ്രൂഷിക്കുന്നേ? അപ്പോഴേക്കും കമല പറഞ്ഞു, അല്ല ഇവിടെ കൊണ്ട് നാക്കിയിട്ടുണ്ടെങ്കിൽ ആര് നോക്കും? കമലയടുത്തി ഉണ്ടല്ലോ, കമലയടുത്തി നോക്കിയാൽ മതി. അല്ല, അപ്പം അവളെവിടെ ഇല്ലേ? അലീന അവളുണ്ട്, അവളുടെ സേവനം ഞാൻ നിർത്താൻ പോവാ. അമ്മയെ നോക്കാനെന്നും പറഞ്ഞു വന്നവളല്ലേ, അവളെ ഞാൻ പറഞ്ഞു വിടാൻ പോവാ. അതിന് മുന്നോടിയായിട്ട് അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പം ഭയങ്കര സങ്കടത്തോട് കൂട്ടിയിട്ട് മുത്തശ്ശി പറഞ്ഞു, എടി നിനക്ക് അവിടെ നിന്ന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവിടെ നിർത്തിയാൽ മതിയായിരുന്നു എന്നെ. ഞാൻ ആ വീട്ടിൽ നിൽക്കില്ലായിരുന്നോ? ആർക്കൊരു ഭാരമാവാതെ. അതെ, ആ വീടേ കൈതക്കൽ മാളി വീടല്ല, നെടുമ്പുരയ്ക്ക് ബാലേന്ദ്രൻ്റെ വീടാ. ബാലേന്ദ്രൻ തീരുമാനിക്കും അവിടെ ആരൊക്കെ നിൽക്കണം വേണ്ടെന്നൊക്കെ. അറിയാലോ, അമ്മ അവിടെ അല്ല നിൽക്കണ്ടേ, അമ്മ കൈതക്കൽ മാളിക വീട്ടിലാണ് നിൽക്കണ്ടേ. അത് കേട്ടതും കമല പറഞ്ഞു, എന്നാലും അമ്മ ഇപ്പം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമില്ലായിരുന്നു. അമ്മയ്ക്ക് അത്യാവശ്യം ഭേദമായതല്ലേ, അവിടെ തന്നെ അമ്മ നിൽക്കില്ലായിരുന്നോ? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കമലയടുത്തി അമ്മ അവിടെ നിൽക്കട്ടെ, കമലയടുത്ത് തന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ആ സമയം മുത്തശ്ശി പറഞ്ഞു, ഇവളെൻ്റെ കാര്യം നോക്കാനോ? നല്ല കഥയായി. നാളെ തന്നെ എന്നെ കൊല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും അവള്. എന്നിട്ട് അവളെ നോക്കാൻ പോന്നെ. ഞാനിവിടെ കിടന്ന് എങ്ങനെയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ. മനുഷ്യപ്പറ്റുള്ള ഒറ്റ ഉണ്ടെങ്കിലും ഉണ്ടോ ഇവിടെ? ആകെപ്പാടെ ആ മനു മാത്രമുണ്ട്. കമല പറഞ്ഞു, കണ്ടില്ലേ അമ്മ ഇങ്ങനെയാ സംസാരിക്കുന്നത്, പിന്നെ എങ്ങനെയാ വൈജ ഞാൻ അമ്മയെ നോക്കുന്നേ? അമ്മയുടെ നാക്ക് കണ്ടില്ലേ? അപ്പോഴേക്കും വൈജ പറഞ്ഞു, അമ്മേ അടങ്ങി ഒതുങ്ങി ഇടുന്ന അമ്മയ്ക്ക് കൊള്ളാം, അല്ലാതെ വെറുതെ ഗുസ്തി പിടിക്കാൻ പോയിട്ടുണ്ടല്ലോ അമ്മയ്ക്ക് തന്നെയാ തട്ടുകേട് സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഉപദേശമൊക്കെ കൊടുക്കുകയാണ്. ഒടുവിൽ മുത്തശ്ശി, നീ കൂടുതൽ ഉപദേശിക്കൊന്നും വേണ്ട, നീ വന്ന വഴി തന്നെ പോയാൽ മതി, പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും വിട്ടുകൊടുത്തില്ല. ഒടുവിൽ വൈജി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും കമല മുത്തശ്ശിയോട് പറഞ്ഞു, ഇവിടെ നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എനിക്കറിയാം, എനിക്കും അതുപോലെ തന്നെയാ. നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലേ എനിക്കൊരു സ്വസ്ഥത സമാധാനം കാണത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം. സാരമില്ല, നിങ്ങൾ ഇവിടുന്ന് നേരത്തെ തന്നെ ഞാൻ പറപ്പിച്ചോളാന്ന് പറയണം. അതേ ആളൊന്നും നിങ്ങളിവിടെ നിൽക്കത്തില്ല. അത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു, എനിക്കറിയാടി, എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയണം. മിക്കവാറും ഇവിടെ നിന്നിട്ടുണ്ട് 10 ദിവസം അടുപ്പിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കിടപ്പിലായിപ്പോ. എൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ ആരുമില്ലാതെ. അവിടെയാണെങ്കിൽ ഞാൻ സുന്ദരമായിട്ട് കഴിഞ്ഞിരുന്ന. അതെ അതെ, അവളുണ്ടല്ലോ അലീന, ഇനി അവൾ എങ്ങനെ നിൽക്കും നമുക്കൊന്ന് അറിയണം. വൈജയന്തി എന്താണല്ലോ അവളെ പോയി പറപ്പിക്കുമെന്ന് പറയണം. അങ്ങ് ചെന്നാ മതി. ബാലേന്ദ്രനെ എപ്പോൾ പറഞ്ഞു വിട്ടെന്ന് ചോദിച്ചാൽ മതി. നിനക്കൊന്നും അറിയത്തില്ല ബാലേന്ദ്രനെ, നീ ഒക്കെ അറിയാൻ പോകുന്നുള്ളെന്ന് പറയണം മുത്തശ്ശി. പിന്നീട് മുത്തശ്ശി പതുക്കെ എഴുന്നേറ്റു. മുത്തശ്ശിക്ക് ശരിക്കും എഴുന്നേറ്റ് അങ്ങ് നടക്കാറായില്ല. സ്വന്തം മുറിയിലേക്ക് വേണം തന്നെ പോയിക്കോണം. അവിടെ ആരും കയ്യിലും കാലിലൊന്നും പിടിക്കാനൊന്നും വരത്തില്ല. മുത്തശ്ശി അങ്ങോട്ട് പോവാണ്. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനാണ് വൈജയന്തി വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ചോദിച്ചു, അല്ല അവളെന്തിയാ, അലീന എന്തിയെന്ന് ചോദിക്കാം. അവളവിടെ ഉണ്ട്, ഓരോ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അവളുണ്ടല്ലോ അച്ഛനെ അച്ഛാന്നാ വിളിക്കുന്നതെന്ന് പറയണേ. അച്ഛനെ അച്ഛാന്നോ? അതെ,
അവൾക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ടല്ലോ ദത്തുപുത്രി എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു സ്ഥാനം അവൾ കയ്യേറിക്കൊണ്ട് അവൾ വിളിക്കുന്നത് എന്താണെന്നറിയോ? അച്ഛാന്നാ വിളിക്കുന്നത്. ഓഹോ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ, അന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി അലീനെ അങ്ങോട്ട് വിളിച്ചു. അലീന വന്നു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി പറഞ്ഞു, നിനക്ക് നാണം ഉണ്ടോടിന്ന് ചോദിക്കുക. എന്താ മാഡം? നാണം എന്നെ ഉണ്ടോ? എനിക്കുണ്ട്. അതുകൊണ്ടല്ല ഞാൻ തുണി കൊടുത്തിരിക്കുന്നത്. നിന്റെ തുണി ഞാൻ പറയണില്ല. എടി, എൻ്റെ കുട്ടികളുടെ അച്ഛനെ നീ എന്തിനാടി അച്ഛാന്ന് വിളിക്കണേ? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന ചിരിച്ചു. അതെ, മാഡത്തിൻ്റെ കുട്ടികളുടെ അച്ഛൻ മാത്രമല്ല എൻ്റെ അച്ഛനും കൂടെയാ. അത് നീ പറഞ്ഞിട്ട് മാത്രം കാര്യമുണ്ടോ? ഞാനല്ലാതെ പിന്നെ ആരാ പറയണ്ടേ? അച്ഛൻ പറയണോ? അച്ഛനെ കൊണ്ട് പറയിപ്പിക്കണം. വേണേ ഇപ്പം ഞാൻ പറയിപ്പിക്കാം. അച്ഛൻ്റെ മകളാ ഞാനെന്ന് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം എന്നെ മകളായിട്ട് കാണുമ്പോൾ എൻ്റെ അച്ഛനല്ലേ അദ്ദേഹം, അപ്പം അച്ഛാന്ന് തന്നെയല്ലേ വിളിക്കണ്ടേ? ഇനി മാഡത്തിന് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? അല്ല, വേണമെങ്കിൽ ഇനി മാഡത്തിനെ അമ്മയെന്നും കൂടെ വിളിക്കാം. മാടെന്നുള്ള പേര് മാറ്റിയിട്ട്. വൈജയന്തി ആകെ പടം ഞെട്ടിത്തിരിച്ചിരിക്കുക, ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ലാതെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.